ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഓണം വ്ളോഗാണ്. ഞാൻ വീഡിയോ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വ്ളോഗും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വെരി ബിസി ആയത് കാരണം ഈ 3 days എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓണം വ്ളോഗ് എനിക്ക് ഓണത്തിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞ് 3 days ആയിട്ട് പോലും എനിക്ക് നടന്നിട്ടില്ല. അപ്പോൾ ആ വോയിസ് ഓവർ മാത്രമാണ് ഡിലേ ആയത്, ഇല്ലെങ്കിൽ എനിക്കിത് പോസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെയാണ് ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓണത്തിനന്ന് രാവിലെ അത്തപ്പൂക്കളം സെറ്റാക്കാൻ പോയി. ആക്ച്വലി രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞിട്ട് അത്തപ്പൂക്കളം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ, പ്ലാൻ ചെയ്ത പോലെ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. സോ അറ്റ്ലീസ്റ്റ് പൂക്കളം എന്ന് പറഞ്ഞിട്ട് റെഡിയായി. അത് റെഡിയാക്കാൻ വിചാരിച്ചു. പൂക്കളം വലിയ ഭംഗിയൊന്നുമില്ല. എനിക്കതിൻ്റെ എന്താ വെച്ചാൽ ഉള്ള പൂ വെച്ചിട്ട്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാൻ ഉള്ള പൂ വെച്ചിട്ട് തന്നെയാണ് എനിക്ക് അത്തപ്പൂക്കളം ഇടാൻ പറ്റിയത്. കളർഫുൾ അട്രാക്റ്റീവ് പൂ എനിക്ക് കിട്ടിയില്ല ആ സമയത്ത്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സും ചേച്ചിയും ചേട്ടന്മാരും പിന്നെ എൻ്റെ ബ്രദർ എല്ലാവരും വന്നിട്ടുണ്ട്. ബ്രദേഴ്സും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളുടെ സദ്യ സെറ്റപ്പായി. പിന്നെ അവരേറ്റെടുത്തു കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ അവരുടെയാണ്. ഈ വിളമ്പുക ഇരിക്കുന്നതിന് മുന്നേ, അത് കഴിഞ്ഞിട്ട് ഞാൻ സെർവ് ചെയ്തു. അവർ ആദ്യത്തെ പന്തിയിലിട്ടത് അവർ തന്നെ സെർവ് ചെയ്ത് അവർ തന്നെ ഇരിക്കേണ്ടി വന്നു. ഞാൻ ആ സമയത്ത് റെഡി ആവാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്തപ്പൂക്കളം ഇടുന്ന കോസ്റ്റ്യൂം അവിടെ നിലത്തൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഇത് ഡ്രസ്സ് കേടാം. അപ്പോൾ ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ഒരു എന്താ പറയുക, നമ്മുടെ അനാർക്കലി ഇട്ടിട്ട് ഞാൻ അത്തപ്പൂക്കളം ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ പോയി ഡ്രസ്സൊക്കെ ചേച്ചി തോന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ ചേച്ചിയും ചേട്ടന്മാരൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലും ടേബിളിനും മുകളിൽ എന്തിനായിട്ട് വെച്ചാൽ കാല് വയ്യാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, നിലത്തിരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എസ്പെഷ്യലി എൻ്റെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അവർക്കുള്ളത് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഇരിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാം സെർവ് ചെയ്തിട്ട് ഇനി ആണ് ചോറ് ഇടാൻ പോകുന്നത്. സോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പഴം, പപ്പടം, ഈ കായ വറുത്തത് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അവിയൽ, കിച്ചടി, മധുരത്തിലൊരു കറി. ഇതെൻ്റെ ഔട്ട്ഫിറ്റാണ്, അതിനിടയ്ക്ക് ഞാൻ കാണിച്ചത്. മധുരത്തിലൊരു കറി. പിന്നെ എന്തായിരുന്നു, തോരനുണ്ടായിരുന്നു, സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി, വേറെ എന്തായിരുന്നു, വേറെ ഇത്രയൊക്കെ തന്നെ. 2 തരം പായസം. പാലട ഉണ്ടായിരുന്നു, അടപ്രഥമനും ബാക്കി കറികളിൽ അമ്മ കുറച്ചുണ്ടാക്കി, ചേട്ടൻ കുറച്ചുണ്ടാക്കി. അങ്ങനെയാണ് ചെയ്തത് ഇപ്രാവശ്യം. ബിക്കോസ് അമ്മയ്ക്ക് വയ്യ, എല്ലാം കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണക്കോടികൾ ഇങ്ങോട്ട് കൊടുക്കുന്നതായിരുന്നു. കാശി ബേബിക്ക് ആദ്യമേ കിട്ടിയിട്ടോ. കാശി ബേബിക്ക് ഇഷ്ടം പോലെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓണക്കോടികൾ. അത് കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും തിരിച്ചന്ന് തന്നെ ഈവനിങ് ഫ്ലൈറ്റിൽ നാട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. സോ ബാക്ക്ഗ്രൗണ്ട് വോയിസ് എൻ്റെ ബേബിയാണ്, ക്ഷമിക്കണം. സോ അന്ന് അവർ നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഈവനിങ് ഫ്ലൈറ്റ് ആയത് കാരണം അപ്പോൾ തന്നെ ഒരു 3 o'clock ആയി. വീട്ടിൽ ചെന്ന് പിന്നെ പാക്ക് ചെയ്ത് പോകുമ്പോൾ ലേറ്റ് ആവില്ല പറഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളിരുന്നു. ഷീസ് മൈ സ്വീറ്റ് സിസ്റ്റർ വിഹാന. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി. എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു. സോ അത് കാരണം എനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. വണ്ടിയും എടുക്കണം, അമ്പലത്തിൻ്റെ അപ്പുറത്ത് തന്നെയാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ആ വൈബുള്ള ഓട്ടോ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്, അതാണ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് അമ്പലത്തിലെത്തി, അത് പോയി പ്രാർത്ഥിച്ചു, വന്നു, വണ്ടി എടുത്തു, തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് സ്റ്റാർട്ടായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഓണം വ്ളോഗ് എന്ന് പറയാൻ. എല്ലാവരും വന്നു, എൻജോയ് ചെയ്തു. എടുത്ത ഫോട്ടോസ് കുറച്ചൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്യാം. കാശി ബേബി പറയുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.